ഹലോ ഹായ് നമസ്തേ, ഞാൻ ആതിര, ആദി ക്രിയേഷൻസിലെ നിങ്ങളുടെ ആദി. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ചട്ടിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ അവസാനത്തെ പ്രിപ്പറേഷനായ ഫിഷ് ഫ്രൈ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഐക്കോറ മീനിലേക്ക് ഉപ്പും മുളകും മഞ്ഞളൊക്കെ നന്നായിട്ട് തേച്ച് പിടിച്ച് എണ്ണയിൽ ഇട്ട് വറുത്തെടുക്കുന്നതാണ് കേട്ടോ ഇത്. ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ ബ്രദർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു നമുക്കൊന്ന് ചട്ടിച്ചോറിൻ്റെ റെസിപ്പി ചെയ്താലോ എന്ന്. സോ അതെന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ നന്നായിട്ട് വാഴല റൗണ്ടിൽ ഷേപ്പിൽ കട്ട് ചെയ്ത് വഴറ്റിയെടുത്ത് ചട്ടിയിലോട്ട് ഇറക്കി വെച്ചിരിക്കുകയാണ്. പുളി എടുത്തിട്ടുണ്ട്, പച്ചടി എടുത്തിട്ടുണ്ട്, അവിയലെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ചാനലിൽ ഞാൻ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു വാഴക്കൂമ്പിൻ്റെ ഉപ്പേരി, അതും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തേക്കുന്നത് ചിക്കൻ്റെ റോസ്റ്റാണ്. അതുപോലെ തന്നെ പപ്പടം, ഫിഷ് ഫ്രൈ, മുട്ട, ഓണിയൻ, ചമ്മന്തി, വെജിറ്റബിൾ കറിയും എടുത്തിട്ടുണ്ട്. അതുപോലെ സ്രാവ് കറി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല കുറുവരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വിഭവങ്ങൾ എന്ന് പറയുന്നത്. പച്ചക്കറി എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് വാഴയ്ക്കയും പരിപ്പും ചേനയും കൂടി ചേർത്തിട്ടുള്ള കറിയായിരുന്നു കേട്ടോ. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ചട്ടീൻ്റെ അകത്തേക്ക് ചോറിട്ടതിന് ശേഷം നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലോട്ട് നമ്മുടെ ഉപ്പേരി ആഡ് ചെയ്തിട്ടുണ്ട്, പച്ചടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, അതുപോലെ തന്നെ അവിയലും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഒരു സൈഡിലായിട്ട് നമുക്ക് പുളി ആഡ് ചെയ്ത് കൊടുക്കാം, നമ്മുടെ പച്ചക്കറി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ചിക്കൻ റോസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫിഷ് കറി ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ചമ്മന്തി കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ നമ്മുടെ ലാസ്റ്റുള്ള ഫിഷ് ഫ്രൈ ആണ് ആഡ് ചെയ്യുന്നത്. 2 മുട്ട ആഡ് ചെയ്തു. സോ നമ്മൾ ഡെക്കറേഷനായിട്ട് ഓണിയൻ വെച്ചു, പപ്പടം വെച്ചു. സോ നമ്മുടെ ചട്ടിച്ചോറ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഈ റെസിപ്പീസൊക്കെ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.